CPM ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? സാധാരണ CPM-നെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ തോറ്റു, അവരെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റും, തോറ്റു എന്നവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് ബുദ്ധിമുട്ടായിരിക്കും, CPM-ന് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. CPM എന്ന പാർട്ടി നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഇതേ രീതിയിൽ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ള ഞാനടക്കം പലരുമാണ്, ബുദ്ധിജീവികളടക്കം സാധാരണ പ്രവർത്തകരടക്കം ഇടതുപക്ഷ അനുഭവമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. CPM ഒരുപാട് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് പോകുന്നത്. CPM-ന്റെ സംഘടനാപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അതിൻ്റെ അടിത്തറ ഇളകുന്നു എന്ന് പറഞ്ഞപ്പോൾ നേതൃത്വത്തെ വിമർശിച്ച മുഴുവൻ ആളുകളെയും കുലംകുത്തികളായിട്ടാണ് കണ്ടത്. സുധാകരൻ കുലംകുത്തിയാണ്, അതുപോലെ കുഞ്ഞികൃഷ്ണൻ കുലംകുത്തിയാണ്, TK ഗോവിന്ദൻ കുലംകുത്തിയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പം എന്ത് സംഭവിച്ചു? പാർട്ടിക്കാർ പറഞ്ഞു ഇവർ കുലംകുത്തികളല്ല. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, പയ്യന്നൂർ പോലൊരു മണ്ഡലത്തിൽ 50,000 വോട്ടിന് കുറ്റിച്ചൂലിനെ നിർത്തിയാൽ CPM ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചെറിയ ആള്, അദ്ദേഹം ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്നു, മുപ്പല്ല, അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു, കണക്കുകൾ പറയുന്നു. ജനങ്ങൾ പാർട്ടിയെ തിരുത്തും എന്ന് ആണ് പുസ്തകത്തിന്റെ പേര്. ആ പാർട്ടി എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു, എന്തൊക്കെ ഗിമ്മിക്സുകളാ കാട്ടിയ. രാജേഷ് എന്നൊക്കെ പറഞ്ഞ് TV രാജേഷ് എന്നൊക്കെ പറഞ്ഞ അവിടെ ജില്ലാ സെക്രട്ടറി ഉണ്ട്. അയാൾക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റും. ഒരാൾക്കും പറഞ്ഞു മനസ്സിലായില്ല. അയാൾ പറഞ്ഞു, ഗോവിന്ദന് പോലും മനസ്സിലായില്ല. എന്താ കാര്യം? ഞങ്ങൾ ബഹുജനങ്ങളോട് പറയും, പൊതുജനങ്ങളോട് പറയില്ല. അതെന്തെന്ന് ആൾക്ക് വല്ല മനസ്സിലായി. ഇത്തരം വൃത്തികെട്ട രാഷ്ട്രീയം, ഇത്തരം വൃത്തികെട്ട സംഘടനാ നയം അത് CPM-നെ വല്ലാതെ തളർത്തി കളഞ്ഞു. അതിന് പല മുഖങ്ങളുണ്ട്. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് സ്വകാര്യ അക്കൗണ്ടിലേക്ക് പണം മാറ്റി എന്ന് തെളിവ് സഹിതം പറയുമ്പോഴും കുഞ്ഞികൃഷ്ണനെയും കുഞ്ഞികൃഷ്ണനെ സഹായിച്ചവരെയും ആക്രമിക്കാനാണ് CPM പുറപ്പെട്ടത്, അല്ലേ? ഒരു ഇത് കത്തിക്കുക, സ്കൂട്ടർ കത്തിക്കുക, പോസ്റ്റർ വലിച്ചു കയറുക, പാർട്ടി ഓഫീസ് ആക്രമിക്കുക, എന്തൊക്കെ കലാപരിപാടി നടത്തി. പാർട്ടിക്കാർ ആരും ഒന്നും മിണ്ടിയില്ല. പാർട്ടിയിലെ സാധാരണ ജനങ്ങൾ പേടിച്ചിരിക്കുകയാണ്. ഇത് പഴയ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞ പോലെയാണ്. നേതൃത്വത്തെ ചോദ്യം ചെയ്താൽ അവരുടെ തല പോകും. അപ്പൊ ആരും ഒന്നും ചോദ്യം ചെയ്യില്ല. പക്ഷേ സോവിയറ്റ് യൂണിയനിലല്ല സ്ഥിതിയല്ല. ഇവിടെ രഹസ്യമായി പോയി വോട്ട് ചെയ്യാനുള്ള അവകാശം പാർട്ടി അണികൾക്കുണ്ട്. എന്ത് സമർത്ഥമായാണ് കണ്ണൂരിലെയും മറ്റു പലയിടങ്ങളിലെയും, കണ്ണൂർ ജില്ലയിലെയും മറ്റു പലയിടങ്ങളിലും പാർട്ടി സഖാക്കൾ പോയി പാർട്ടിക്ക് ക്ലാസ് എടുത്തത്. പാർട്ടി സഖാക്കൾ പോയി പാർട്ടി ക്ലാസ് എടുത്തില്ലേ? പിണറായി വിജയ ഇങ്ങനെ പോകാൻ പറ്റില്ല എന്ന് ധർമ്മടത്ത സഖാക്കൾ ഓരോ വോട്ടിലൂടെയും പറഞ്ഞില്ലേ? പിണറായി വിജയൻ വെറുതെ നിന്നാൽ ജയിക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിന് എന്ത് അഭ്യാസം കാട്ടിയിട്ടും ജയിക്കാൻ കഴിയാതെ വന്നില്ലേ? എത്ര കോടി രൂപ ചെലവാക്കി പ്രചരണം നടത്തിയിട്ടും തോറ്റുപോയില്ലേ? എന്തുകൊണ്ട് TK ഗോവിന്ദൻ ഉന്നയിച്ച ചോദ്യങ്ങൾ, കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ചോദ്യങ്ങൾ, സുധാകരൻ ഉന്നയിച്ച ചോദ്യങ്ങൾ എന്തുകൊണ്ട് അഡ്രസ് ചെയ്യാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിന് കൊടുത്ത മറുപടി ധാർഷ്ട്യമായിരുന്നു. വർഗവഞ്ചകൻ എന്നാണ് സുധാകരനെ മുഖ്യമന്ത്രി വിളിച്ചത്. അമ്പലപ്പുഴ ഈ മുഖ്യമന്ത്രിക്ക് സുധാകരൻ പാർട്ടിക്ക് പുറത്തു പോകുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പ് ഇതേ അമ്പലപ്പുഴയിൽ മുഖ്യമന്ത്രി വന്നതാണ് കുട്ടനാട്ടിൽ പോകാൻ. ഒരു പ്രാവശ്യം സുധാകരനെ കണ്ട് സഖാവെ ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറയാൻ തോന്നിയില്ല. കാരണം ധാർഷ്ട്യമാണ്. ഞാൻ സുധാകരൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവില്ല, സുധാകരൻ പോയാൽ എന്ത്, ഈ പാർട്ടിക്ക് ഒരു ചുക്കുമില്ല, ഇവിടെ പലരും പോയിട്ടുണ്ട്. അന്നും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, MB രാഘവൻ പോയപ്പോഴോ ഗൗരിയമ്മ പോയപ്പോഴോ ഉള്ള ഒരു അവസ്ഥയല്ല ഇന്ന് പാർട്ടിക്കുള്ളത്. MB രാഘവൻ പോകുമ്പോൾ, ഗൗരിയമ്മ പോകുമ്പോൾ പാർട്ടി രാഷ്ട്രീയം പറഞ്ഞിരുന്നു. അവർ പോയ രാഷ്ട്രീയം തെറ്റാണെന്നും ഇപ്പൊ അങ്ങനെയല്ല പറയണേ. അവർ വേറെ വികസനം തെറ്റാണ്, മറ്റേത് തെറ്റാണ്, അത് തെറ്റാണ് എന്ന് പറയാണ്. എന്ത് സംഭവിച്ചു? അത് പാർട്ടി പരിശോധിക്കുമെന്നൊക്കെ ഇപ്പോൾ ചിലരൊക്കെ പറഞ്ഞു തുടങ്ങും. ഇനിയിപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു കാര്യം, പാർട്ടി അടിത്തട്ടിൽ പരിശോധന നടത്തും. പാർട്ടി പരിശോധിക്കട്ടെ. പാർട്ടി എങ്ങനെ പരിശോധിക്കാൻ പോണേ? പാർട്ടി പരിശോധിക്കേണ്ടത് കേവലം സംഘടനാ പ്രശ്നം മാത്രമല്ല, രാഷ്ട്രീയ പ്രശ്നവും പരിശോധിക്കണം. ഇങ്ങനെയാണോ പാർട്ടി മുമ്പോട്ട് പോകേണ്ടത്? ഇതാണോ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം? ഇതാണോ പാർട്ടിയുടെ ജനാധിപത്യം? ആ ജനാധിപത്യം തകർന്നിരിക്കുന്നുവെന്ന് പാർട്ടി അണികൾ പാർട്ടിയോട് പറയുന്നു. കുഞ്ഞികൃഷ്ണന്റെ വിജയം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് അതൊരു മഹത്തരമായ വിജയമാണ്.
ടി കെ ഗോവിന്ദൻ പിന്നെയും കുറെ കൂടി സാധ്യതയുള്ള ഒരു മണ്ഡലത്തിലാണ്. കുഞ്ഞികൃഷ്ണനൊന്നുമല്ല. കുഞ്ഞികൃഷ്ണന് 50,000 നിന്ന് കുഞ്ഞികൃഷ്ണനെ 6,000 വോട്ടിന് ജയിപ്പിക്കണമെങ്കിൽ എത്ര ആൾ? 28,000 പാർട്ടി മെമ്പർമാർ. അവിടെ പയ്യന്നൂർ അതേ ഉള്ളൂ. മാറി വോട്ട് ചെയ്യണം. ആ ഭൂരിപക്ഷം പോണ്ടേ? UDF കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് തന്നെ കിട്ടിയെന്ന് തന്നെ വയ്ക്കുക. എന്നാൽ എന്താ സംഭവിക്കുക? എന്തുകൊണ്ടാണ് പാർട്ടി മാത്രം ഭരിക്കുന്ന ചെമ്പിലോടക്കമുള്ള പഞ്ചായത്തിൽ പിണറായി വിജയൻ പുറകോട്ട് പോയത് എന്ന് സ്വന്തം അയൽക്കാരോടൊന്ന് ചോദിക്കാനുള്ള സന്മനസ് വേണ്ടേ? എന്തുകൊണ്ട് ചോദിച്ചില്ല? പാർട്ടി മാത്രം ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് ധർമ്മട മണ്ഡലത്തിലുള്ളത്. പയ്യന്നൂർ മണ്ഡലത്തിൽ പല പഞ്ചായത്തുകളും എതിരാളികളില്ലാത്തതാണ്. തളിപ്പറമ്പിൽ, ആന്തൂരിൽ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടായില്ല. ഒറ്റയ്ക്കാണ്. പാർട്ടി മാത്രമേ ഉള്ളൂ അവിടെ. ഒരു എതിരാളികൾ ഉണ്ടായില്ല. എതിരാളി പോകാതിരുന്നത് വോട്ട് കിട്ടാത്തതുകൊണ്ടല്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വോട്ടൊക്കെ അവിടെ ഉണ്ട്, ജനങ്ങളും ഉണ്ട്. പക്ഷേ ശരീരത്തിൽ ഇന്ന് മേളിൽ തല വേണമെന്ന് ആഗ്രഹമുള്ളവർ പോകില്ലല്ലോ. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടിയാണ്. TP ചന്ദ്രശേഖരനെ 51 വെട്ടിക്കൊന്ന ദിവസമാണ്. KK രമ അതിന്ന് ഓർമ്മിപ്പിച്ചു. ആ ദിവസം തന്നെ ഇത്ര ഭീകരമായ ഒരു പരാജയം CPM ഉണ്ടാകുമ്പോൾ അന്നും CPM ഒന്നും ചെയ്തില്ല. നമുക്ക് ഓർമ്മയുണ്ട്, നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം സഖാവ് VS അച്യുതാനന്ദൻ പോയി കെട്ടിപ്പിടിച്ചു. ആരെ? രമയെ. എന്താ കാര്യം? രമ ചന്ദ്രശേഖരൻ നഷ്ടപ്പെട്ട, ഭർത്താവ് നഷ്ടപ്പെട്ട ആ സഹോദരിയെ ആശ്വസിപ്പിക്കാൻ, മകളെ ആശ്വസിപ്പിക്കാൻ ചെന്നു. പക്ഷേ പാർട്ടിയുടെ ആസ്ഥാന വിദ്വാൻമാർ പറഞ്ഞതെന്താ? ചിലരൊക്കെ പറഞ്ഞത് ആസ്ഥാന വിധവ എന്നാണ്. രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ചവരാണ്. രമയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ 15,000 20,000 ഭൂരിപക്ഷം രമയ്ക്കുണ്ട്. എന്തുകൊണ്ടാ സംഭവിച്ചത്? എന്തുകൊണ്ടാ അത് ഉണ്ടായത്? അതുപോലെ വർഗീയത പരമാവധി കലർത്തി വെള്ളാപ്പള്ളി നടേശന്റെ തോളിൽ കൈയിട്ട് നിന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും വെള്ളാപ്പള്ളി പറഞ്ഞ വൃത്തികെട്ട ഇസ്ലാമോഫോബിക് രാഷ്ട്രീയം നമ്മൾ കണ്ടോ? പിന്നെ ഇതിൽ ജനങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു, ഞങ്ങൾ വർഗീയമല്ല എന്ന് ജനങ്ങൾ ഉറപ്പിച്ചു മിക്കവാറും സ്ഥലങ്ങളിൽ. അപ്പൊ BJP ജയിച്ച സ്ഥലത്ത് പോലും ജനങ്ങൾ വർഗീയമായതുകൊണ്ടല്ല, UDF ദുർബലമായതുകൊണ്ട് BJP ജയിച്ചാന്ന് ഞാൻ പറയും. കാരണം UDF അവിടെ അവർക്ക് ബദൽ വെക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് UDF ശക്തമായ ഒരു സ്ഥലത്തും BJP ജയിച്ചില്ലല്ലോ. മഞ്ചേശ്വരത്ത് നെക്ക് ടു നെക്ക് മത്സരം എന്നാ പറഞ്ഞു. 20,000 വോട്ടിനാണ് മഞ്ചേശ്വരത്ത് ലീഗ് ജയിക്കുന്നത്. 15,000 കൂടുതൽ വോട്ടിനാണ് രമേശ് പിഷാരടി പാലക്കാട് ജയിക്കുന്നത്. 26,000 വോട്ടിനാണ് തൃശ്ശൂരിൽ രാജൻ പല്ലൻ ജയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ BJP ഭീഷണി ഉയർത്തിയ 3 മണ്ഡലങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. UDFന് ശക്തി ഉണ്ടാവണം. LDFന് BJPയെ നേരിടാനുള്ള ശേഷിയില്ല. വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. വെള്ളാപ്പള്ളിയെ മുമ്പിൽ നിർത്തി എന്ന് മാത്രമല്ല, ഇത് വർഗീയമായ വിഭജനത്തിന് ശ്രമിച്ചു. ജനങ്ങൾ അതിനൊന്നും കൂട്ടുനിന്നില്ല. ഒരു വർഗീയ വിഭജനത്തിനും ജനം കൂട്ടുനിന്നില്ല. എറണാകുളം ജില്ലയിൽ ഒരാൾ പറഞ്ഞത് ഞാൻ RSSന്റെ വോട്ട് കൊണ്ട് ജയിക്കുമെന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട് എറണാകുളം ജില്ലയിൽ. ഞാൻ പേരൊന്നും പറയില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് എത്ര വോട്ടിന് ജയിച്ചു? എവിടെ ജയിച്ചു? എറണാകുളം പോലൊരു ജില്ലയിൽ ഒരു സീറ്റ് പോലും ഇല്ലാതെ CPM വരുന്നത് ഇവിടുത്തെ CPMകാർ ആലോചിക്കുമോ? എവിടെയാണ് ഇവര്? ഏത് സ്ഥലത്താണ്? ഇനി CPMന് നല്ലൊരു പാഠം കൂടി ഇതിലുണ്ട്. എന്താ? ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ പാർട്ടി കൊണ്ടുപോകുന്ന ജില്ലകളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അതിലൊന്ന് പാലക്കാടാണ്. അടിത്തറയുള്ള ജില്ലയാണ്. ഇടതുപക്ഷത്തിന്റെ കോട്ട എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥലമാണ്. അവിടുത്തെ പ്രധാന മണ്ഡലങ്ങളിൽ അവർ ജയിച്ചു. കാരണം ഇത്ര വലിയ തട്ടിപ്പ് അവിടെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് കേവലം ഇപ്പൊ ഉമ്മൻചാണ്ടി ഒരു ഇഫക്റ്റ്, ഉമ്മൻചാണ്ടിക്കൊക്കെ എതിരായി പറഞ്ഞത് അതല്ല രാഷ്ട്രീയം, അല്ലെങ്കിൽ ഷാഫിക്കെതിരായി പറഞ്ഞത് അതല്ല രാഷ്ട്രീയം. അതിന് മറിച്ച് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ രാഷ്ട്രീയം പറയാൻ കഴിയണം. അത് പറയാൻ CPM തയ്യാറായാൽ അവരുടെ രാഷ്ട്രീയം മാറ്റണം, സംഘടനാ രീതി മാറ്റണം. പിണറായി മാറണമെന്ന് ഞാൻ പറയില്ല. അതിനിപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായോഗം അനുസരിച്ച് എന്താ ചെയ്യണമെന്ന് അദ്ദേഹം അറിയട്ടെ. ഏതായാലും പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ബംഗാളിലെ അവസ്ഥയിലേക്ക് ഈ കേരളത്തിലെ പാർട്ടി പോകും. അങ്ങനെ പോകരുത് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇനി വർഗീയതയിലോ വികസനത്തിലോ അല്ല, ദേശീയ, സംസ്ഥാന, അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പാർട്ടി കെട്ടിപ്പടുക്കാൻ CPMന് കഴിയുമോ എന്നതാണ് ചോദ്യം. ഇന്നത്തെ നേതൃത്വത്തിന് അത് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരുത്ത് ഉണ്ടാകുമെന്നും ഞാൻ ഇപ്പോൾ കരുതുന്നില്ല.